ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വീഡിയോ ആണ്. നമ്മളെല്ലാവരും കൂടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു കുട്ടിയാണല്ലോ നമ്മുടെ ശില്പക്കുട്ടി. അപ്പം ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയല്ലോ. അപ്പം അവരും എല്ലാവരും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്നവർ കാണുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ പാചകങ്ങളും വാചകങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇന്നലെ വീഡിയോയുടെ അകത്തിൽ ക്ഷമിക്കണം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ അതിഥക്കുട്ടിക്കൊരു മോഹം ഇന്ന ഒരു കറി ഉണ്ടാക്കണമെന്ന്. അപ്പൊ ആ മോഹം അങ്ങ് തകർക്കാൻ വേണ്ടി അതും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അവളെങ്ങാനും പിന്നെ ആയി പോയെങ്കിലേ അതുകൊണ്ട് അവർക്ക് ആ മോഹം ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് നോക്കാം. അപ്പൊ രാവിലെ ഇന്നലെ വൈകിട്ടത്തെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഷോർട്ട് മാത്രമേ ഇട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് വായൊഴിഞ്ഞിട്ട് സമയമില്ല ഒന്നും പിടിക്കാൻ. 2 പ്രേതങ്ങളെ നിങ്ങൾ കണ്ടോ രാവിലെ കുളിക്കാന്നും പറഞ്ഞ് കുറെ നേരമായിട്ട് ഇതാ പാരച്ചൂട്ട് നടുക്കും വെച്ചിട്ടുണ്ട്. അവള് നീ എണ്ണ വെച്ചല്ലേ? എണ്ണ വെച്ചല്ലേ? ഞാൻ എണ്ണ തേച്ചിട്ടിരിക്കുന്നു, ഞാനും എണ്ണ തേച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഒരാള് നമ്മളെ എണ്ണ തേപ്പിക്കുന്നു. ഒരുത്തിയാണെങ്കിൽ കുളിക്കാൻ പോയതായിരുന്നു മേളിലോട്ട്. അവള് മേളിലോട്ട് പോയിട്ടുണ്ട്, കുളിക്കാൻ പോയതാണ്. എന്നാന്നറിയത്തില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറയുമായിരുന്നു. കഥ പറഞ്ഞു ഈ പരുവായി. അപ്പൊ ഞങ്ങൾ രാവിലെ ഫുഡ് അപ്പം മേടിച്ചു കേട്ടോ. അപ്പം മേടിക്കുമായിരുന്നു, കടലക്കറിയാണ് ഇവിടെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഇരിക്കുന്ന രംഗമാണിത്. പിന്നെ എന്താടി ഉച്ചയ്ക്ക് ഞാനിന്ന് കുറച്ച് അടുക്കളയിൽ നിന്ന് മാറി കേട്ടോ. കാരണം ചേട്ടന് കൈ വയ്യാത്തോണ്ട് ഞാനാണ് അപ്പമൊക്കെ മേടിക്കാൻ പോയത്. പിള്ളേര് പാതിര 1 മണി എങ്ങാണ്ടായി കിടന്നപ്പം വിളിക്കാനേ പോയില്ല. വിളിച്ചാൽ അതിലേറെ ശല്യമാണ്, അതുകൊണ്ട് വിളിച്ചില്ല. ഇവൾ അടുക്കളയിൽ അവിയലും വെച്ചു. പിന്നെ എന്നായിരുന്നടി മെഴുക്കോരട്ടി. നീ പതുക്കെ പറയുന്നു. നമ്മുടെ അജിത നായരുടെ ആട്ടോ അവിയലും മെഴുക്കോരട്ടി. പിന്നെ പുളിശ്ശേരി ഉണ്ട്, ചിക്കൻ ഇരിപ്പുണ്ട്, മത്തി നല്ല സൂപ്പർ മത്തി വറക്കാൻ ഇട്ടേക്കുന്നു. അപ്പൊ അത് വറക്കാൻ ഇട്ടേക്കുന്നു. അങ്ങനെ ചെറിയ ഒരു വിഭവമേ ഉള്ളൂ ഉച്ചയ്ക്ക്. വൈകിട്ടാണ് ഞങ്ങൾ പോയി തട്ടാൻ പോകുന്നല്ലേടി. നമ്മള് തട്ടിയ അന്ന തട്ടുന്നറിയാം. കൂടി വന്നവരെ ഓംലെറ്റ് ആയിരിക്കും തട്ടുന്നത്. പൊടിമീൻ വറുത്തത്. ഇവിടെ ഒരാളാണെങ്കിൽ എന്നാ തിന്നോത്തായിരിക്കും ഇരിക്കുന്നത്. അവിടെ എല്ലാം ഉണ്ട് സംഭവം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. വൈകിട്ടാണ് ഞങ്ങൾക്ക് വിരുന്നെന്ന് പറയുന്നത്. ഉള്ളതൊക്കെ നമുക്ക് തിന്നാം. അതെ, ഉള്ളതൊക്കെ നമുക്ക് തിന്നുക. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് തിന്നാം. അപ്പമൊക്കെ ഉണ്ട്, കള്ളപ്പോ അല്ലാത്തപ്പോ അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള തയ്യാറെടുപ്പ്. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് കുളിക്കാൻ നീരാടിയിട്ട് നമുക്ക് കാണാം. എന്റെ കുളി കഴിഞ്ഞ അവള് വന്നിട്ടില്ല. അവള് വരുന്നതിന് മുമ്പ് അവള് കാണാതെ തന്നെ കണ്ടോ വന്നു. ഞാനിവിടെ നീ അറിയാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പോയിരുന്നു. നീ എന്നെ വഴക്ക് പറയുന്നിടത്ത് നീ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ എനിക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തില്ലേ, വിഷമാന്ന്. ഇന്നലെ തൊട്ട് കൊതി പറയുന്നുണ്ട്. ഇനി പ്രസവിച്ച് പോയെങ്കിലേ അതൊന്നും പറയാൻ പറ്റൂല, കാലത്തിന്റെ പോക്കല്ലേ. എന്താടി ഇങ്ങനെ വരുന്നത്? അപ്പൊ അതുകൊണ്ട് എന്താണേലും ലാവിഷായിട്ട് കുളിക്കാൻ ഇവിടെ സോളാർ ഉള്ളതുകൊണ്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ നമുക്ക് ലാവിഷായിട്ട് കുളിക്കാതെ. അവിടെ വീട്ടിൽ സോളാർ ഇതൊക്കെ ഉണ്ട്, ഗീസറുണ്ട്. പക്ഷെ അത് നമുക്ക് കറണ്ട് മുതലാകത്തില്ല. പിന്നെ വയ്യാതൊക്കെ വരുമ്പോ അവള് ഹീറ്ററൊക്കെ ഇടത്തുള്ളൂ കേട്ടോ. അവിടെ ഹീറ്റർ അല്ല, ഞാൻ ഹീറ്റർ അങ്ങനെ ഇടാറില്ല. പിന്നെ അത്രയ്ക്ക് ദേഹത്തിന് വേദന വല്ലതും. അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല മുട്ടിനൊക്കെ ഇത്തിരി വേദന ഇടും. കുറച്ചേരം പിടിക്കാൻ വരായിരുന്നോ? കൊറേ നേരം പോയിടിച്ചായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ സെറ്റ് റെഡിയാക്കി. ഞങ്ങൾക്ക് വൈകിട്ടൊക്കെ കറങ്ങാൻ പോണ്ടിയതാ. അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താണേലും നീ മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ എന്താണേലും മാങ്ങ ചമ്മന്തിട്ട്, അതും കിടങ്ങറേന്ന് അവള് കൊടുത്തു വിട്ടിട്ടുണ്ട് കുറെ മാങ്ങ, നല്ല നാടൻ മാങ്ങ. അതുകൂടി ഇരിക്കുമ്പം ഇവളെ കുറ്റം പറഞ്ഞ് എനിക്കും കൂടെ കൂട്ടാലോ. ഇതിനപ്പം ഞാൻ ഇവളോട് ഞാൻ പറഞ്ഞ എനിക്ക് ഇച്ചിരി എനിക്ക് ഇച്ചിരി മാങ്ങ ചമ്മന്തി, മുട്ട. ഇന്നിപ്പൊ നമുക്ക് മത്തി വറുത്തുള്ളതുകൊണ്ട് മുട്ട മാറ്റി നമ്മള് വേണ്ട അപ്പൊ മത്തി വറുത്തത് എനിക്ക് ഇത് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ നമ്മള് ഒരുത്തി ഇത് കേട്ടാ ഓടി വരും. അവക്കും ഇഷ്ടം ഇതൊക്കെ, ശില്പയ്ക്കും അല്ലേ. മാങ്ങാച്ചം എല്ലാത്തിനും കൂടും കേട്ടോ കഴിക്കാനും. അവളെല്ലാത്തിനും ഇല്ല. ഞാൻ പറഞ്ഞേ മുന്തിരിങ്ങ കുറെ കൊണ്ടുവന്നതോ അതെല്ലാം കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു.
അപ്പം ഫ്രിഡ്ജിൽ ഇടയില്ല. ഞാൻ പറഞ്ഞു ഇന്നാ ഇത് രാവിലെ ഇരുന്ന് എല്ലാവരും കൂടെ തീർത്തോളാം. പുള്ളിക്കാരി ഏതായാലും ഞങ്ങളും എല്ലാം കൂടെ തിന്നത്. പക്ഷെ ഒരിതുമില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ തന്നെ എടുത്തു തിന്നോ എന്ത് വേണേലും ചെയ്തോളും. ഞങ്ങൾക്ക് കൂടുന്ന ഒരു സാധനത്തിന് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാളും കൂടെ വരാനുണ്ട്, രണ്ടുപേരും കൂടെ വരുമ്പോ ഞാൻ പതുക്കെ ഇപ്പൊ വരാതെ കേട്ടോ. അപ്പൊ എന്നോട് ജിജിമോളെ ഇത് കേട്ടോ, ഇവളും എന്നെ ജിജിമോളെന്നാ വിളിക്കുന്ന കേട്ടോ. ഇതെങ്ങനെ ശരിയാവാനാ? രണ്ടവന്മാര് ജിജിമോളെന്നല്ലേ വിളിക്കുന്നേ. അപ്പൊ എന്താണേലും ഇനി 5 എണ്ണം കൂടെ വരുന്നത് ഇതുപോലെ ആയി കിട്ടിയാ മതിയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഏത് വിധാവോ അമ്മച്ചി ഏത് വിധായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക, അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യം അവരുടെ കാര്യം അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് യാതൊരു നമ്മളോട് ചോദിച്ചോ അങ്ങനെയാണോ? അതെ ഇങ്ങനെയാണോ? ഇങ്ങനെ തന്നെ അറിഞ്ഞു പോവുക, അത്രേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം. അപ്പൊ ഞാൻ മാങ്ങാ ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാം. സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളപ്പൊ ഇതുകൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരാം അല്ലേടി? അപ്പൊ ഞാൻ മേക്കപ്പ് നീ മേക്കപ്പ് ഇട്ടോ. ഞാൻ പിന്നെ ഇട്ടില്ലേലും സുന്ദരിയല്ലേ? എന്തനിയത്തിയല്ലേ? അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷ തിമിർപ്പി നടക്കാം. ബാമേ ഭയങ്കര സന്തോഷ തിമിർപ്പി ഇളകി നടക്കുക കേട്ടോ. ഒരു മരുമോളെ കിട്ടിയില്ലേ? മക്കളെയൊക്കെ കിച്ചുവിന്റെ പെങ്കൊച്ചിനെ കിട്ടിയപ്പോ അതിന്റെ ഇളക്കം, ഞങ്ങള് മക്കളെ കണ്ടതിന്റെ ഇളക്കം. മരുമോളില്ലല്ലോ അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കഥ തുടർന്നോണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചമ്മന്തി അരച്ചിട്ട് ഇവള് ഈ കടവെല്ലാം പറഞ്ഞിട്ട് ഇവള് വീഡിയോ പിടിച്ച ഞാനൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പഴാ തുടങ്ങി. ഇട്ടില്ലടി. അപ്പൊ ചമ്മന്തി അരച്ചു ഞാനെന്നാ പോട്ടെ. മാങ്ങാ ചമ്മന്തി റെഡിയായി. നമുക്ക് ഇച്ചിരി കൊടുത്തു നോക്കാം. ഇപ്പഴേ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും ചേരാനുണ്ടോടി? സൂപ്പർ. ഉപ്പും എല്ലാം വേണം ഇച്ചിരിടെ? വേണ്ടല്ലോ, എല്ലാം ഇല്ലേ? നല്ല അടിപൊളിയായിട്ട്. ഇനിയിപ്പൊ നീ നാളെ ഡെലിവറി ആണേലും കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടി ശില്പക്കുട്ടി ഇങ്ങ് ഓടി വന്നേ. എൻ്റെ ചക്കരമുത്ത് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇതേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറ കേട്ടോ. എൻ്റെ പൊന്നു മകള് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. നല്ല വെട്ടത്ത് നിന്ന് എൻ്റെ സുന്ദരിക്കുട്ടിയെ കാണാൻ പറ്റുന്നില്ല ശരിക്കും. കള്ളാന്ന് സത്യം പറയണം ജീമാള് അല്ലാണോ? മുമ്പേ നിങ്ങൾ രണ്ടുപേരും കൊതി പറഞ്ഞപ്പോഴേ എനിക്ക് അതിനൊരു സങ്കടം വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാം അല്ലേ? അടിപൊളിയല്ലേ? എന്നാ തിന്നോ, എത്തി നോക്കുക. രണ്ടാമതെടുക്കാൻ കൊതിച്ചിപ്പാറും. അവളും കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളും കുളിയെല്ലാം കഴിഞ്ഞു. അയ്യോ അമ്മച്ചി ചെന്ന് മകളെ എന്തോ പരിശോധിക്കുന്നു. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും ആരും ചോദിക്കല്ലോ കേട്ടോ. ഇവിടെ നിന്നൊരു മിനിറ്റ്. ഭയങ്കര കാർകൂന്തല് കോതലല്ലേ ശില്പക്കുട്ടി? ഓ അമ്മച്ചിയുടെ കാർകൂന്തലൊക്കെ നോക്കിക്ക്. കറക്റ്റ് കറക്റ്റ്. എന്നാ പറയാനാന്ന് പിന്നെ നമ്മളെല്ലാം നമ്മുടെയൊക്കെ കടമകൾ അതല്ലേ? അങ്ങനെ വേണ്ടേ? നമ്മുടെ കിച്ചപ്പനെ അതുപോലെ മയക്കി സൂപ്പർ ആക്കി എടുത്ത് വെച്ചേക്കണം. അച്ഛനെ മയക്കിയത് കേട്ടോ? എന്റെ ഞാനല്ല സുന്ദരി. എന്തോ ആയിക്കോട്ടെ അല്ലേ? എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പിന്നെ ഒരുങ്ങിയില്ലേലും സുന്ദരിയാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അല്ലേ നമ്മള് പൊട്ടൊന്നും വെച്ചിട്ടില്ല കണ്ണെഴുതിയിട്ടുണ്ട്. ഇവളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സുന്ദരി എന്ന് പറയുന്നത് സുന്ദരി ആയിരിക്കോട്ടെ കേട്ടോ. നല്ല മണം. ചുമ്മാ എല്ലാം മയക്കിന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങള് പിന്നെ കാണാം കേട്ടോ. പിന്നെ ഹലോ പേരിരുന്ന് ഭയങ്കര കഥ പറച്ചിലൊക്കെ കേട്ടോ. കൈ ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തേലും ഒക്കെ ഭേദമില്ലേ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇവിടെ എല്ലാരും കൂടെ ചാമ്പയ്ക്കാടെ കട്ടുറുമ്പുണ്ടേ. ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി കിച്ചുകൂട്ട എന്റെ ഇത് കണ്ടോ? കരിവേപ്പ് മുഴുവൻ കരിവേപ്പും തോട്ടാ. അവരവിടെ ചാമ്പയ്ക്ക പറിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ കറി ഞാൻ പറഞ്ഞല്ലോ: പുളിശ്ശേരി, അവിയല്, മെഴുക്കോരട്ടി, മത്തി വറുത്തത്, മാങ്ങാ ചമ്മന്തി, അച്ചാറ്, പപ്പടം, ഇങ്ങനെ തൈര്. ഇത്രയൊക്കെ മതി. വേറെ ആരുമല്ല വന്നേക്കുന്നത്. ഇത്രയൊക്കെ ഇന്നത്തെ മതി. ഇന്ന് വൈകിട്ട് പുറത്തുനിന്ന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും മേടിച്ച് കഴിക്കാന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്ലൈമാക്സ്.
ക്ലൈമറ്റ് അല്ലല്ലോ, ക്ലൈമാക്സ്. ശരി, ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.